ഞാൻ സാൻസു കുംഫു ട്രെയിനറാണ്. ലേഡീസ് കുംഫു ക്ലാസ് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ കുംഫുവിന് കളരിയും യോഗയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതിനെപ്പറ്റി മറ്റൊരവസരത്തിൽ വിശദീകരിച്ച് സംസാരിക്കാം. കുംഫു, കളരി എന്നീ ആയോധന കലകൾ യുദ്ധമുറയിൽപ്പെട്ടവയാണ്. മറ്റുള്ളവ കരാട്ടെ, തായ്ക്കൊണ്ടോ, കിക്ക് ബോക്സിംഗ്, മുവത്തായ് തുടർന്നുള്ളവ യുദ്ധമുറയിൽപ്പെട്ടവയല്ല. അത് സെൽഫ് ഡിഫൻസ് വിഭാഗത്തിലും മത്സര ഇനങ്ങളിലും പെട്ടവയാണ്. ഇങ്ങനെ പറയാൻ കാരണം ഓരോ അറ്റാക്കിനും അതിൻ്റെതായ ബ്ലോക്കുകളുണ്ട്. കിക്കുകളും പഞ്ചുകളും പല രീതിയിലുണ്ട്. പല വിധത്തിലുള്ള അറ്റാക്കുകളാണെങ്കിൽ അറ്റാക്കിന് യോജിച്ച ബ്ലോക്കുകൾ തന്നെ ചെയ്യണം. ഉദാഹരണം, ഫ്രണ്ട് കിക്കിന്റെ ബ്ലോക്ക് അല്ല സൈഡ് കിക്കിൻ്റേത്, സൈഡ് കിക്കിന്റെ ബ്ലോക്ക് അല്ല റൗണ്ട് ഫോഴ്സ് കിക്കിൻ്റേത്. സ്പിന്നിംഗ് ഹൂക്ക് കിക്കിന് കഴിവതും ബ്ലോക്ക് ചെയ്യാറില്ല, ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് വെച്ച് ആയുധത്തിനെ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. കാരണം ആയുധത്തിന്റെ ഘടന അനുസരിച്ചാണ് ബ്ലോക്കുകളും അറ്റാക്കുകളും ഒഴിഞ്ഞു മാറലുകളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. കുംഫു, കളരി എന്നീ ആയോധന കലകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ ഐറ്റത്തിനും പ്രത്യേകം പ്രാക്ടീസ് ചെയ്യാൻ സമയം വേണ്ടിവരും. അടുത്ത എപ്പിസോഡിൽ കളരിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന നോക്ക് വർമ്മം, ചൂണ്ടുവർമ്മം എന്നതിനെ കുറിച്ച് വിശദീകരിച്ച് സംസാരിക്കാം.